എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് യോഹന്നാൻ നമ്മളോട് പറയുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ആദ്യം മുതലേ ഉള്ള ഒരു എക്സിസ്റ്റൻസിനെ യോഹന്നാൻസിലെ കൃത്യമായിട്ട് സ്ഥാപിച്ച് പറയുകയാണ്. ആദ്യം മുതലേ, അതായത് ഉൽപ്പത്തി മുതലേ ഈശോയുണ്ട് ദൈവത്തിന്റെ ഒപ്പം. ആ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം യോഹന്നാൻസിലെ ഏറ്റെടുത്ത് പറയുകയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, എല്ലാം അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. സ്വയമുള്ളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. അവതരിച്ച വചനത്തിന്റെ ആ ഒരു ഓർമ്മയാണ് ക്രിസ്തുമസിലൂടെ ഓരോ വർഷവും നമ്മൾ ആഘോഷിക്കുന്നത്. ആ ക്രിസ്തുമസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ അവതരിച്ച വചനമായ ക്രിസ്തുവിനോട് എത്രമാത്രം അടുപ്പം പുലർത്തി ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസിനായിട്ടൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ വചനത്തോട് ആഭിമുഖ്യം പുലർത്തിയിട്ട് എങ്ങനെ ക്രിസ്മസിന് ഒരുങ്ങാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ട് എങ്ങനെ ഇത്തിരി കൂടി വചനത്തോട് ആഭിമുഖ്യം പുലർത്തിയിട്ട് ഞാൻ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ബൈബിൾ പാരായണ മാസമൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് പേരെങ്കിലും കൂടുതലായിട്ട് വചനം വായിക്കാനായിട്ടോ കുറച്ച് പേരെങ്കിലും വചനം എഴുതാനായിട്ടൊക്കെ ഒരു താല്പര്യം ഞാൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വചനത്തോട് ചേർന്ന് നിന്ന് ക്രിസ്തുമസിന് ഒരുങ്ങാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യോഹന്നാനിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പോലെ ആദിയിൽ ഈ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അവതരിച്ച വചനമായ ക്രിസ്തുവിന്റെ തിരുനാളിനായിട്ട്, പിറവി തിരുനാളിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.